ഹല്ലേലൂയ. ദൈവകൃപയാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് ഉപദ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം. അത് ഞാൻ വായിക്കുകയാണ്. പാറപ്പിളപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിന്റെ ഹൃദയത്തിൻ്റെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ദോ യു സോർ ലൈക്ക് ദ ഈഗിൾ ആൻഡ് മേക്ക് യുവർ നെസ്റ്റ് അമോങ് ദ സ്റ്റാർസ്, ഫ്രം there ഐ വിൽ ബ്രിങ് യു ഡൗൺ, ഡിക്ലെയർസ് ദ ലോർഡ്. പ്രൈസ് ഗോഡ്. നാം പലപ്പോഴും മറ്റുള്ളവരുടെ നന്മകളൊക്കെ കണ്ടിട്ട്, മറ്റുള്ളവരുടെ സുഖമായിട്ടുള്ള ജീവിതങ്ങൾ കണ്ടിട്ട് നമുക്ക് അത്രമാത്രം ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലും അതൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവെന്ന് എന്നോടും നിങ്ങളോടും പറയുകയാണ്, നാം സ്വന്തമായിട്ട് എത്ര വലിയ ഒരു നിലയിലായാലും പാറപ്പിളർപ്പുകളുടെ ഇടയിൽ, എന്ന് വെച്ചാൽ പാറയുടെ ഇടയിൽ കയറി വന്ന് നമ്മളെ ആർക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും പണ്ടൊക്കെ യുദ്ധങ്ങളൊക്കെ ഉള്ളപ്പോൾ പാറയുടെ ഇടയിലാണ് അവർ അഭയം തേടുന്നത്. അതുപോലെ തന്നെ വലിയ ബോംബുകൾക്കും ഒന്നും പാറയൊക്കെ തകർക്കുവാൻ തക്കവണ്ണം പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ കാലത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, പാറയുടെ പിളർപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ സേഫ് ആണെന്ന് ആലോചിക്കുന്ന മനുഷ്യ, നീ ഒരിക്കലും സേഫ് അല്ല. കർത്തൃസന്നിധിയിലല്ലാതെ നിനക്ക് ഒരു സേഫ്റ്റി ഇല്ല. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് എവിടെ നിന്ന് സഹായം വരുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മുടെ കണ്ണ് ഉയരേണ്ടിയത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള, നമ്മുടെ സാഹചര്യത്തോടോ പൊസിഷനോടോ നമ്മുടെ പണത്തോടോ നമ്മുടെ ബന്ധുമിത്രാദികളോടോ നമ്മൾക്കുള്ള ഒന്നുകൊണ്ടും അയക്കരുത്. കർത്താവായ യഹോവയിലായിരിക്കണം. അല്ല, ഞാൻ വളരെ ഉന്നതിയിലാണ്, നക്ഷത്രങ്ങളുടെ ഇടയിൽ ഞാൻ കൂട് വെച്ചാൽ, even if you soar like the eagle and he will bring you down, he will throw you out. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. കർത്താവിന് നാം എത്ര ഉന്നതിയിലായിരുന്നാലും he does not need even a second to throw you down. So please remember to come to Lord Jesus Christ. എത്ര വിഷമിച്ചാണോ സഹോദര സഹോദരി നിങ്ങൾ ഇന്ന് ഇരിക്കുന്നത്, നിങ്ങൾ ഏത് പിറ്റിൻ്റെ ഡൗൺ ആൻഡ് ഡീപ്പസ്റ്റ് പിറ്റിലാണെങ്കിലും, നോട്ട് ഈവൻ എ സെക്കൻഡ് നീഡഡ് ഫോർ അവർ ഗോഡ് ടു പിക്ക് യു അപ്പ്. ദൈവത്തിന് ഒരു ചെറിയ ഒരു നിമിഷം പോലും വേണ്ട, ഒരു വായു വിടുന്ന ഒരു ശ്വാസം പോലും വേണ്ട നിന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് അവർ ഗോഡ്, ഗോഡ് ഓൾമൈറ്റി. സങ്കീർത്തനം 127 അതുകൊണ്ടാണ് പറയുന്നത്, അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദി ഹൗസ്, ദ വർക്ക് ഓഫ് ദ ബിൽഡർ ഈസ് ഇൻ വെയിൻ. നമ്മളുടെ ഓരോ പ്രവർത്തികളും നമ്മുടെ ഓരോ വർക്കും കർത്താവായ യഹോവയുടെ കയ്യിൽ കൊടുക്കുക. നാം ഏത് പിറ്റിലായാലും ദൈവം നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യും. God is able to do that. He is mighty. He is God Almighty. അതിനാൽ ഏത് പിറ്റിക്കിടന്നാണോ നമ്മൾ സങ്കടപ്പെടുന്നത്, നീറുന്നത്, വേദനിക്കുന്നത്, എല്ലാവരെയും പോലെ എനിക്ക് ജോലി ഇല്ലല്ലോ, എല്ലാവരെയും പോലെ എനിക്ക് സൗന്ദര്യം ഇല്ലല്ലോ, എല്ലാവരെയും പോലെ എനിക്ക് പണം ഇല്ലല്ലോ, എനിക്ക് സഹായം ഇല്ലല്ലോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ ഒരു സെക്കൻഡ്, നാം ശ്വസിക്കുന്ന ആ ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും വേണ്ട ദൈവത്തിന് നമ്മെ ഒന്ന് ഉയർത്തുവാൻ വേണ്ടി. നമ്മൾക്ക് അതിനകത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം 127 നാം താഴോട്ട് വരുമ്പോൾ കാണാം, തൻ്റെ പ്രിയനോ അത് അവനെ ഉറക്കത്തിൽ കൊടുക്കുന്നു. പ്രിയ സഹോദര, നീ ഒന്നും ചെയ്തിട്ടല്ല. കർത്താവ് യേശു ക്രിസ്തുവിനെ ഇന്ന് സ്വീകരിച്ചാൽ, ആ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ, ആ ക്രഷ് ചെയ്ത ആ ജീവിതത്തെ, ആ ലൈഫിനെ നാം ഒന്ന് സ്വീകരിച്ചാൽ, നമ്മുടെ ഉറക്കത്തിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടത് കൊണ്ട് തരുന്ന ദൈവമാണ്. അല്ല, ഞാനിത് മാളിക പണിയും, ഞാൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെക്കും, ഞാൻ പാറപ്പിടർപ്പുകളുടെ ഇടയിൽ പോയി വസിക്കും, എന്നെ അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും അവിടെ നിന്ന് നിന്നെ വലിച്ചെറിയുവാൻ നമ്മുടെ കർത്താവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. അത് രണ്ടും നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ വചനത്തിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനപ്രകാരം നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്, നമ്മുടെ ശാപത്തിന്, നമ്മുടെ രോഗത്തിന് വേണ്ടി പരിഹാരമായ ആ ബലിയായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ നിത്യതയിൽ വാഴുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.